ഹലോ ഗായ്സ്, വെൽക്കം ടു PK2 ഫ്രീസ്റ്റൈലേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലൈസൻസിൻ്റെ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു കോഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. AFC സി ലൈസൻസ് കോഴ്സ് ഇപ്പോൾ മിനർവ അക്കാദമി, ബാംഗ്ലൂരുള്ള മിനർവ അക്കാദമിയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ജോയിൻ ചെയ്തിട്ട് AFC സി ലൈസൻസ് കോഴ്സ് നടത്തുന്നുണ്ട്. ഞങ്ങൾക്കറിയാം AFCൻ്റെ ഇപ്പോൾ ഇന്ത്യയിലെ ഏത് കോച്ചിങ് ആയിക്കോട്ടെ എന്തായാലും അത് നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFFൻ്റെ അണ്ടറിലാണ് വരിക. അപ്പോൾ ഈ കോഴ്സ് വരുന്നത് മിനർവ അക്കാദമി ബാംഗ്ലൂർ, അവിടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായിൻ്റെ ഇതിലുള്ള ഗനാബ് ഭാരതി ബാംഗ്ലൂർ, അവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഡ്യൂറേഷൻ വരുന്നത് ഡിസംബർ 16 ടു ഡിസംബർ 26 10 ദിവസമാണ് ഡ്യൂറേഷൻ വരുന്നത്. AFCD ആണ് ആദ്യത്തേത്, അതാണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ ലൈസൻസ് എന്ന് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രമാണ് AFC സി ലൈസൻസ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് ക്വാളിഫൈഡ് ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ, ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കണമായിരിക്കും. നമുക്ക് നേരെ അവരെ പോയിട്ട് ഗൂഗിൾ ഫോം ഉണ്ട്, അതിൽ അത് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ഫോം എങ്ങനെയാണ് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പം ആ വീഡിയോയിലേക്ക് കിടക്കും. അതുപോലെയാണ് AFC സി ലൈസൻസിൻ്റെ കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കിൻ്റെ ഇത് വരുന്നത്. അതിൽ ആദ്യം നിങ്ങളെ ഇതിൽ സൈൻ ചെയ്യാൻ വേണ്ടി പറയും. നിങ്ങളെ മെയിൽ ID അതേപോലെ പാസ്വേഡും കൊടുത്തിട്ട് നെയിം ഓഫ് അപ്ലിക്കൻ്റ് നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്. ഇതിപ്പം AFC സി ലൈസൻസിൻ്റെ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും AIFൻ്റെ ID ക്രിയേറ്റ് ആയിട്ടുണ്ടാവും, D ലൈസൻസിൻ്റെതായിട്ടുള്ള. അപ്പം ആ കോച്ചിങ് ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കോൺടാക്റ്റ് നമ്പർ, നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ ജനിച്ചത് അതവിടെ കൊടുക്കുക. നിങ്ങളെ പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ്. നിങ്ങൾക്ക് അവിടെ അക്കോമഡേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അക്കോമഡേഷൻ yes or no അങ്ങനെ കൊടുക്കുക. ഇതാ ഫുഡ് പ്രിഫറൻസ് എന്തെങ്കിലും ഉണ്ട് അതും അങ്ങനെ കൊടുക്കുക. നിങ്ങളെ ജേഴ്സിൻ്റെ സൈസും കൊടുക്കുക. ഇതാണ് ഇവരെ ഇത് വരുന്നത്, അതിൻ്റെ രജിസ്ട്രേഷൻ ഫോമിൽ വരുന്നത് ഇതാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഫീസും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് സബ്മിറ്റ് അടിച്ച് ചെയ്യുമ്പോൾ അത് പിന്നെ അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇത്രേ ഉള്ളൂ ഈ ഒരു രജിസ്ട്രേഷൻ. അപ്പം താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇപ്പം AFC D ലൈസൻസ് ഹോൾഡറായിട്ട് AFC സി ലൈസൻസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ AFC D ലൈസൻസ് എടുത്തതിന് ശേഷം ഇത്ര വർഷം ഒരു അക്കാദമിയിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ മാത്രമാണ് AFC സി ലൈസൻസ് കിട്ടുള്ളൂ, അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.